നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ALPS പല്ലശ്ശേന ടാലൻറ്റ് ലാബ് 4ാം ബാച്ചിൽ 24 കുട്ടികളുടെ പഞ്ചാരി മേളം അരങ്ങേറ്റം നടക്കുന്നത് നമ്മുടെ പല്ലശ്ശേന മീൻകുളുത്തി അമ്പലത്തിൽ വെച്ചിട്ടാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി വരുന്നത് നമ്മുടെ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരാണ്. ശങ്കരൻകുട്ടി മാരാരിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹം പത്മശ്രീ അവാർഡ് ജേതാവാണ്. വാദ്യകലയിലെ മികവിൻ്റെ അംഗീകാരമായിട്ടാണ് അദ്ദേഹത്തിന് 2009 പത്മശ്രീ അവാർഡ് ലഭിക്കുന്നത്. അതിലുപരിയല്ല, പിന്നെ അതിനടുത്ത് കൂട്ടിച്ചേർക്കേണ്ട ഒരു വിഷയം കൂടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വാനപ്രസ്ഥം 1999 വാനപ്രസ്ഥം മോഹൻലാലിന് ബെസ്റ്റ് ആക്ടറിനുള്ള നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത ഒരു സിനിമയാണ്. ആ സിനിമയ്ക്കകത്ത് മോഹൻലാലിനോടൊപ്പം തന്നെ ഒത്തിരി സീനിൽ അദ്ദേഹം രാമു എന്ന് പറഞ്ഞൊരു കഥാപാത്രമായിട്ട് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന് പറഞ്ഞ കലാഭവൻ്റെ സിനിമയും നമ്മുടെ വാനപ്രസ്ഥം മോഹൻലാലിൻ്റെ വാനപ്രസ്ഥവും എന്താ പറയുക, ഈ നാഷണൽ അവാർഡ് പരിഗണനയിലേക്ക് വരികയും അവസാന നിമിഷം നമ്മുടെ വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമ പിന്തള്ളപ്പെടുകയും മോഹൻലാലിന് ബെസ്റ്റ് ആക്ടറിനുള്ള നാഷണൽ അവാർഡ് ലഭിക്കുകയും ചെയ്തു. ആ സിനിമയ്ക്കും ഒത്തിരി അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയിലാണ് നമ്മുടെ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിൻ്റെ കൂടെ ഒത്തിരി സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിനോടൊപ്പം തന്നെ വിശിഷ്ട അതിഥിയായിട്ട് ശ്രീ പ്രകാശ് ഉള്ളിയേരിയും അദ്ദേഹം ഇവിടെ വരുന്നുണ്ട് കേട്ടോ. മട്ടന്നൂർ ജനിച്ചത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെയാണ് ആ സ്ഥലപ്പേര് കൂടെ അദ്ദേഹത്തിൻ്റെ പേരുമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടത്. അദ്ദേഹം 30 വർഷത്തോളം തൃശ്ശൂർ പൂരത്തിൻ്റെ മേള സംഘത്തിൽ അദ്ദേഹം പങ്കാളിയായിരുന്നു. അതുപോലെ തന്നെ 8 വർഷം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ മേള പ്രമാണി കൂടിയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നിലവിൽ അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ കൂടിയാണ് കേട്ടോ. അദ്ദേഹത്തോടൊപ്പം വരുന്ന വിശിഷ്ട അതിഥിയായ ശ്രീ പ്രകാശ് ഉള്ളിയേരി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവാണ്. പിന്നെ സംഗീത സംവിധായകൻ കൂടിയാണ് അദ്ദേഹം കേട്ടോ. അവരിപ്പോൾ ആ 2 പേരാണ് ഇവിടെ വരുന്നത്. സമയമായിട്ടില്ല. അപ്പോൾ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. 24 കുട്ടികളാണ് ഇവിടെ പഞ്ചാരി മേളം അരങ്ങേറ്റം നടത്താൻ പോകുന്നത്. അതിൽ 18 ആൺകുട്ടികളും 6 പെൺകുട്ടികളുമാണ്. അങ്ങനെ ടോട്ടൽ 24 കുട്ടികളാണ്. അവരുടെ ഫോട്ടോസാണ് കേട്ടോ. ഈ ചെണ്ട കൊട്ടുന്നില്ലേ, ഇദ്ദേഹമാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. ഇപ്പുറത്തുള്ള പല്ലശ്ശേന സതീഷും പല്ലശ്ശേന സുധീഷും ഇവരാണ് ഈ കുട്ടികളെ പഠിപ്പിച്ച ഗുരുക്കന്മാർ കേട്ടോ. വിശിഷ്ടാതിഥി ശ്രീ പ്രകാശ് ഉള്ളിയേരി ഇതാ തൊട്ടപ്പുറത്തുള്ളതാണ്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മച്ചന്മാരെ, എൻ്റെ ലൈഫിൽ ഞാൻ പത്മശ്രീ അവാർഡ് ജേതാവായ ഒരേ ഒരു വ്യക്തിയെ മാത്രം കണ്ടിട്ടുള്ളൂ. അത് നമ്മുടെ ആക്ടർ മോഹൻലാലിനെയാണ്. അതിനുശേഷം ഇപ്പോൾ 2ാമത് കാണാൻ പോകുന്നതാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കട്ട വെയിറ്റിങ്ങിലുമാണ്. ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം അഗജാനന പത്മാർഗം ഗജാനനം മഹർനിശം അനേകദനന്ദന സംവദാ ശത്രുബുദ്ധി വിനാശായ ജനാർദ്ദന ദീപോ മേ ഹരതു പാപം തേ ദീപജ്യോതിർനമോസ്തുതേ. പല്ലശ്ശനെ സംബന്ധിച്ച് ഈ വാദ്യ പാരമ്പര്യം കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിലുള്ള സന്തോഷം വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഉണ്ട് എന്നതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അതിൻ്റെ കാരണം ഇപ്പോൾ പത്മശ്രീ പുരസ്കാര ജേതാവ്
അല്ലെങ്കിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ എന്നൊക്കെ പറഞ്ഞാലും ഈ സ്ഥാനമൊക്കെ എനിക്ക് വരാനുള്ള പ്രധാന കാരണം പല്ലശ്ശന കൂടിയാണ് എന്നറിയിക്കുകയാണ്. കാരണം അച്ഛൻ്റെ കീഴിൽ കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കണ്ണൂർ ജില്ല, ഇപ്പോൾ വടക്കേ അറ്റത്ത് കാസർഗോഡ് ജില്ലയാണ് എങ്കിലും ഒരു കാലത്ത് കണ്ണൂർ ജില്ലയിലുള്ള മട്ടന്നൂരിൽ നിന്നും പാലക്കാട് ജില്ലയിൽ പേരൂർ ഗാന്ധി സേവാ സദനം എന്ന സ്ഥാപനത്തിൽ കഥകളി വിദ്യാലയത്തിൽ ഒരു കഥകളി ചെണ്ട അഭ്യസിക്കാൻ വേണ്ടി ഞാൻ ഏകദേശം 58 വർഷം മുമ്പ് വന്ന ഒരു വിദ്യാർത്ഥിയാണ്. അന്ന് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങിയത് ഈ പല്ലശ്ശന സ്വദേശിയായ സാക്ഷാൽ ചന്ദ്രമന്നാടിയാർ ആശാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ചു കാലം പഠിച്ച ശേഷം അദ്ദേഹത്തിന് കലാമണ്ഡലത്തിൽ ജോലി കിട്ടി അവിടേക്ക് മാറുമ്പോൾ പിന്നീട് എന്നെ പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെ ആയിരുന്ന, സർവോപരി ഇത് പഠിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട മക്കൾ, ഇതെല്ലാം ഒരു നാടിൻ്റെ സൗഭാഗ്യം കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഈ നാട്ടുകാരനായിട്ടുള്ള ഒരു അധ്യാപകൻ്റെ കീഴിൽ പഠിക്കാൻ സാധിച്ചതിൽ ഉള്ള എൻ്റെ സന്തോഷം, ആ പാരമ്പര്യം കൃത്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ നാടിൻ്റെ മഹത്വം, ഇതെല്ലാം കൊണ്ട് പല്ലശ്ശന എന്ന് പറഞ്ഞാൽ വാദ്യകലാ ചരിത്രത്തിൽ പണ്ട് ഉള്ള ഗുരുനാഥന്മാരുടെ കൃത്യമായ അനുഗ്രഹത്തോട് ഇപ്പോഴും അത് നെഞ്ചിലേറ്റി ഈ നാട്ടുകാർ നടത്തുന്നു എന്ന് കാണുന്നതിൽ സന്തോഷം. അതിൽ പങ്കുചേരാൻ നിങ്ങൾ എനിക്ക് തരുന്ന അവസരം, പല്ലശ്ശനയുടെ ഓരോ വിഷയത്തിലും അടുത്ത വർഷങ്ങളിലായി ഇവിടെ ഏത് വിശേഷം നടക്കുകയാണ് ശരി, അതിൽ പങ്കാളിത്തവും അതിനുള്ള ഈ നാട്ടുകാർ എന്നോട് കാണിക്കുന്ന മനസ്സും അത് ഇന്നും തുടരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇവിടെ ഈ വേദിയിൽ, ഈ മഹാക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തുള്ള ഈ വേദിയിൽ നിൽക്കാൻ എനിക്ക് വന്നു ചേർന്നിട്ടുള്ള അനുഗ്രഹമാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. ഏതായാലും നല്ല ഭാവിയോടുകൂടി ഈ കുട്ടികൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ രക്ഷിതാക്കൾക്കും അവരെ അതിന് പ്രാപ്തിപ്പെടുത്തിയ അധ്യാപകർക്കും സതീഷിനും സുധീഷിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഈ നാട് എന്നെന്നും വാദ്യകലയിൽ മുൻപിൽ നിൽക്കുന്നത് തന്നെയായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല അരങ്ങേറ്റ ദിവസം, കുട്ടികളുടെ അരങ്ങേറ്റം ഏറ്റവും ഭംഗിയായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ ഈ വാദ്യകല അരങ്ങേറ്റം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഈ ഒരു മഹത്തായ സംരംഭം അല്ലെങ്കിൽ സംസ്കാരം അത് നടക്കുന്ന ഈ വേദിയിൽ ഏറ്റവും ബഹുമാനപ്പെട്ടവരുടെ കൂടെ എനിക്കും ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഭഗവതിയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് അവരുടെ സ്വപ്നം പൂവണിയുന്ന, അരങ്ങേറ്റം കുറിക്കുന്ന എല്ലാ പ്രാർത്ഥനയും അവർക്കുണ്ടാവും. എൻ്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാവർക്കും നമസ്കാരം. ഒപ്പം എല്ലാവർക്കും നന്മകൾ നേരുന്നു. താങ്ക് യു സാർ. ഇപ്പോൾ മട്ടന്നൂരാശാൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് നിങ്ങൾ ഈ അരങ്ങേറ്റത്തിന് വേണ്ട അനുഗ്രഹങ്ങൾ തേടി നിൽക്കുന്നത്. മട്ടന്നൂരാശാൻ ഇന്ന് ലോകമറിയുന്ന കലാകാരൻ. ആ ലെവലിലേക്ക് നിങ്ങൾ ഉയരണം. ആ ലെവലിലേക്ക് വിദ്യാഭ്യാസവും അതോടൊപ്പം കലാരംഗത്തെ പ്രവർത്തനവും നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അടുത്തതായി നമ്മുടെ മാനേജർ സാർ പറഞ്ഞതുപോലെ നമ്മുടെ 2 വിദ്യാലയത്തിൽ നിന്നും മണിലയം കലാക്ഷേത്രത്തിൻ്റെ 4ാം ബാച്ചിൻ്റെ അരങ്ങേറ്റമാണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടാടുന്നത്. 200-ൽ പരം കുട്ടികളെ ഇവർ ശിക്ഷണം നടത്തി അരങ്ങേറ്റം നടത്തിയിട്ടുണ്ട്. പല്ലശ്ശന സതീഷിനെയും പല്ലശ്ശന സുധീഷിനെയും കുറിച്ചാണ്.
കലയുടെ സ്വതന്ത്ര വിഹാരങ്ങൾക്ക് ആചാര അനുഷ്ഠാനങ്ങൾ തീർത്ത പരിമിതികൾ ഭേദിച്ച്, പക്ഷെ പാരമ്പര്യങ്ങളിലൂടെ പാഠഭേദങ്ങളിലൂടെ ആർജിച്ച തനിമ ഒട്ടും ചോരാതെ ചെണ്ടമേളത്തിൻ്റെ അക്ഷരകാലങ്ങൾ ഇളം തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയാണ് ഈ സഹോദരങ്ങൾ. പ്രഗത്ഭർക്ക് പോലും വിരലിലെണ്ണാവുന്ന ശിഷ്യരുള്ള കാലത്ത് 200-ൽ പരം ശിക്ഷഗണങ്ങളുമായി വാദ്യകലയുടെ പഠനകളരിയിൽ പുതിയ നാഴികക്കല്ല് തീർത്തിരിക്കുകയാണ് ഇവർ. ഏത് മാനദണ്ഡമെടുത്താലും ശിഷ്യസമ്പത്തിൽ സതീഷിൻ്റെയും സുധീഷിൻ്റെയും തട്ട് ഉയർന്നു തന്നെ നിൽക്കുന്നു.
അപ്പോൾ മച്ചന്മാർ നമ്മുടെ അരങ്ങേറ്റം കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടികളെ സമ്മതിക്കണം കേട്ടോ. 24 കുട്ടികൾ ഭയങ്കര എനർജറ്റിക്കായിട്ട് പൊട്ടി. അതിലുപരി സതീഷ് പല്ലശ്ശേരി സുധീഷ് ഇവർ ബ്രദേഴ്സാണ്. ഇവരാണ് ഗുരുക്കന്മാർ, കുട്ടികളെ പഠിപ്പിച്ച ഗുരുക്കന്മാർ. അവരും ഹാൻഡ്സ് ഓഫ് പഠിപ്പിച്ചത്. അവർ നിന്ന് കൊട്ടി എന്ന് പറഞ്ഞാൽ അത്ര ഫുൾ എനർജി ആയിരുന്നു. അമ്മാതിരി എനർജിയിലാണ് അവർ കൊട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറിൻ്റെ കൂടെ എനിക്കൊരു ഫോട്ടോ എടുക്കാനും പറ്റിയ ഒരു സെൽഫി വീഡിയോ എടുക്കാനും പറ്റിയുള്ളൂ. അതിൽ വളരെ സന്തോഷമുണ്ട്. മോഹൻലാലിന് ശേഷം പത്മശ്രീ അവാർഡ് മോഹൻലാലിന് ശേഷം പിന്നെ ഞാൻ എടുക്കുന്നത് മട്ടന്നൂർ മാരാറിൻ്റെ കൂടെയാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ മറ്റ് വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.